ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ മറയൂരിന്റെ പാർട്ട് 2 ആണ്. നമ്മൾ മറയൂരെത്തിയ സന്തോഷം വണ്ടി കണ്ടപ്പോൾ തന്നെ ആ സന്തോഷം അങ്ങ് മാറി കിട്ടി. ഇവിടെ പിന്നെ പല്ലിയച്ചില്ലെങ്കിലും മുടിയോത്തുള്ള ഒരു മാസത്തിലാണ് ആശിക്. നമ്മൾ തന്നെ കൊണ്ടുവന്ന ആൾക്കാരൊക്കെ റൂമിലാക്കിയിട്ട് നമ്മൾ നേരെ ഫുഡ് കപ്പി പോകണം. 2 ദിവസമായി കഴിച്ചിട്ട് അങ്ങനെ കഴിക്കുന്നതിന് ആഫ്റ്റർ എഫക്റ്റ് വേണ്ടി നമ്മൾ തിരക്കുള്ള ഒരു കടയിൽ നോക്കിയപ്പോഴാണ് അവിടെ എത്തിയപ്പോഴാണ് സത്യം മനസ്സിലാക്കിയ അത് വിവറേജ് ആയിരുന്നു ഗൈസ്. അങ്ങനെ നേരെ ഇപ്പുറത്തുള്ള ചായക്കടയ്ക്ക് ഒരു ചായ ഒരു രതീഷ് അണ്ണനെ അവിടുത്തെ കാപ്പിയോട് കഴിഞ്ഞു. ഇവിടെ പിന്നെ റൂമിൽ പോലുള്ള തുടിയിൽ ആശിക് മറ്റേ ബംഗാളിമാരെ പോലെ ഹെഡ്ഫോൺ വിൽക്കാൻ പറഞ്ഞ പോലെ അവിടെ നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ നേരെ വണ്ടി ഒതുക്കിട്ട് നേരെ റൂമിനകത്ത് കയറിയപ്പോഴാണ് ഗൈസ് ഇവിടെ എന്തിനാണ് അമ്മ നേരത്തെ ഓർഡർ റൂമിൽ വന്ന് മനസ്സിലായി കുലുസിതം. പിന്നെ അത് കഴിഞ്ഞ് വിശപ്പ് തയ്ക്കാൻ വേദം മോലാളി ഉറക്കിടത്തിന് ഞാൻ ആശം കൂടെ വണ്ടി എടുത്ത് നേരെ ഊണ് വാങ്ങിക്കാൻ വേണം. ചില്ലറ കഴപ്പ. അങ്ങനെ നമ്മൾ നേരെ വണ്ടി എടുത്ത് നേരെ പോകണ്ട്. പിന്നെ ഇവിടെ മൊത്തം പഞ്ചാബാക്കി നമ്മൾ കൂടെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അങ്ങനെ നമ്മൾ മോലാളിനെ ഉണർത്തി ചോറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ചോറൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ കിട്ടിയ കട്ടിൽ ചൂരടിക്കുക മാതിരി അവിടെ കിടന്ന് അതും കാണിച്ച് ഉറങ്ങാണ്ട് അവിടെ കിടക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി നേരെ ഉടുപ്പൊക്കെ ഇട്ട് നമ്മൾ നേരെ പോവാണ് ഗൈസ്. നമ്മളവിടെ പിന്നെ ഒരു മോഡിഫിക്കേഷൻ ചെയ്ത് ഒരു ആട്ട കയറിയിട്ട് പിന്നെ നമ്മൾ നേരെ പോകണം ലുലു മാൾ. ഇതാണ് ഗൈസ് മറയൂരിലെ ലുലു മാളി വന്ന് വേറെ 2 ബാറ്ററി വാങ്ങിക്കാറുണ്ട്. 2 ബാറ്ററിയൊക്കെ വെച്ച് നമ്മളവിടെ കാശിന്റെ കൊച്ചാപ്പായ കാണിച്ചത് കാറിന്റെ മേളിൽ കയറി ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ നേരെ 1-2 ചായ കുടിച്ച് നമ്മൾ നേരെ ഇവിടെ റൂമിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ വരെല്ലാം ട്രക്കിങ് കഴിഞ്ഞ് എത്തിയായിരുന്നു. പിന്നെ 10 രൂപ ഒരു ജ്യൂസും കുടിച്ചിട്ട് നമ്മളെ വേണ്ട ഇവിടെ ആട്ടം കണ്ട കയറ്റിയാണ് അവന്റെ അഭിപ്രായം. അങ്ങനെ നേരെ നമ്മൾ താഴെ വന്ന് 2 ചിക്കൻ നൂഡിൽസ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ അവിടെ അതും കഴിച്ച് ഇവരെ കൊണ്ട് ഗ്യാപ്പ് റോഡ് വന്ന് ഇവിടെ ഹിപ്നോട്ടിസ് ആണ് കഴിച്ചു. വേറെ ആരും നമ്മളെ വണ്ടി ടീംസ്. അങ്ങനെ നമ്മൾ വണ്ടിക്കകത്തിരുന്ന് ഹിപ്നോട്ടിസം കണ്ടിച്ചിരി. അപ്പോഴേ റൈസിക്ക് പറഞ്ഞു ഞാൻ ഹിപ്നോട്ടിസം കാണിച്ചിട്ട് ആശിക ഹിപ്നോട്ടിസം. അങ്ങനെ റൈസിക്കാന്റെ ഹിപ്നോട്ടിസം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇവിടെ തന്നെ പിള്ളേർക്ക് വോക്കൽ ലൈറ്റ് ഒക്കെ വേണമെന്ന് അതൊക്കെ ഇട്ടുകൊടുത്ത് ഇവിടെ പിള്ളേരെ തുള്ളല കഴിഞ്ഞിട്ട് നമ്മളവിടെ നേരെ ഇറങ്ങി പിന്നെ പകുതിയായപ്പോൾ തന്നെ ഇവിടെ വെണ്ടയും കൊണ്ടയും മണ്ടയും എല്ലാം എന്താ തലവത്തനം പറഞ്ഞു. അങ്ങനെ ഞാൻ റൈസിക്കായി മാത്രമായി. പിന്നെ ഞാൻ നോക്കി എനിക്ക് വിഷം പഠിച്ചു തുടങ്ങി. പിന്നെ ഇരുന്ന മുറുക്കും കുണകുണ കടിച്ച് ഇത് വ്ലോഗർ അല്ലേ ഉറങ്ങണേ. അങ്ങനെ ഞാൻ ഉറക്കം കഴിഞ്ഞ് എണീച്ചു. എണീറ്റപ്പോൾ തന്നെ ഇവിടെ എല്ലാവരും മുതൽ കടുപ്പത്തിലുള്ള ആറ്റിറ്റ്യൂഡ് എക്സ്പ്രഷൻ വേറെ ഒന്നല്ല കഴിച്ചു. എനിക്ക് നല്ല ഉറക്കം കിട്ടിയതന്നെയാണ്. ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ നമ്മൾ ആൾക്കാരെല്ലാം ഇറക്കി വിട്ടിട്ട് നമ്മൾ നേരെ നോക്കിയപ്പോൾ വ്ലോഗർ എന്നാ കരുതിയത് വേറെ നല്ല വണ്ടിയുടെ വീഡിയോ എടുത്തു. ആ പഞ്ചായത്തിൽ കളക്കാനുള്ള മൊത്തം വിളയുടെ വീഡിയോ എടുത്തു. വണ്ടിന്റെ വീഡിയോ എടുത്തില്ല. അങ്ങനെ നേരെ നമ്മളെ വണ്ടിക്ക് ഒരു തുമ്മലുണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. അത് മാറ്റി നമ്മൾ നേരെ ലൈലാൻഡിൽ കയറി ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ റൈസിക്കാർക്ക് പെരുന്നാളിന് അറക്കാൻ ഒരു 4th കുട്ടി വേണമെന്ന് അങ്ങനെ 4th നോക്കാൻ നമ്മളൊന്നും ഇവിടെ ഈ നിൽക്കുന്ന മുകളിൽ 1.5 ലക്ഷം രൂപ കേട്ടപ്പോൾ നമ്മൾ ക്ലെയിം പറഞ്ഞ് നമ്മളവിടെ ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ബൈ ബൈ.